സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആറാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. ഈ ഒരാഴ്ച 13 കണ്ടസ്റ്റൻസ് ആണ് നോമിനേഷൻസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേര് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൽ ആരൊക്കെയാണ് സേഫ് സോണിൽ ഉള്ളതെന്നും അതുപോലെ തന്നെ ആരൊക്കെയാണ് ഡേഞ്ചറസ് സോണിൽ ഉള്ളതെന്നും ഒക്കെ നമുക്ക് നോക്കാം. അൺഒഫീഷ്യൽ പോളുകളും അതുപോലെ തന്നെ ഈ ഒരാഴ്ചത്തെ ഓഡിയൻസ് ട്രെൻഡ് ഒക്കെ നോക്കിയിട്ടാണ് പറയാൻ പോകുന്നത്. സേഫ് സോണിൽ ഉള്ളവരെ പോലെ തന്നെ ഡേഞ്ചറസ് സോണിലും 5-6 കണ്ടസ്റ്റൻസ് ഉണ്ട്, വളരെ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ. ആദ്യം തന്നെ ഈ ഒരു ആഴ്ച നമുക്ക് പക്ക നല്ലൊരു പ്രേക്ഷകരുടെ സപ്പോർട്ടോടു കൂടി സേഫ് സോണിൽ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ അനുമോള്, അനീഷ്, അക്ബർ ഖാൻ, ആദില നൂറ, റെന ഫാത്തിമ, ഇവർക്കൊക്കെ കുഴപ്പമില്ലാത്ത ഒരു വോട്ട് കിട്ടി സേഫ് സോൺ തന്നെയെന്ന് നമുക്ക് പറയാം. ബാക്കി വരുന്ന കണ്ടസ്റ്റൻസിൽ നമ്മുടെ വൈൽഡ് കാർഡ് ആയിട്ട് എത്തിയ മസ്താനി, ലക്ഷ്മി, പ്രവീൺ, സാബുമാൻ, ഇവർ 4 പേരും ഡേഞ്ചർ സോൺ എന്ന് പറയാം. ഇവരോടൊപ്പം തന്നെ നെവിനും അഭിലാഷും ബിന്നിയും നമുക്ക് ഡേഞ്ചർ സോൺ എന്ന് പറയാം. ശരിക്കും 7 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു ആറാമത്തെ ആഴ്ചയിലെ ഡേഞ്ചർ സോണിൽ തന്നെ നിൽക്കുന്നത്. വളരെ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഇവരൊക്കെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആര് വേണമെന്നുണ്ടെങ്കിലും എവിക്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു ടെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പം വോട്ട് കൂടുതലുണ്ടെങ്കിൽ പോലും അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് കരുതുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കൂടി ഏറ്റവും വോട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഒപ്പം ഡബിൾ എവിക്ഷൻ നടത്താനുള്ള സാധ്യതകളുണ്ട്. ഈ ഡേഞ്ചറസ് സോണിൽ പറഞ്ഞ 7 കണ്ടസ്റ്റൻസിൽ ബിന്നിയും നെവിനും ചിലപ്പോൾ ഒന്ന് സേവ് ആകാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് അഭിലാഷും, മസ്താനി, ലക്ഷ്മി, പ്രവീൺ, സാബുമാൻ, അതിൽ സാബുമാനാണ് ഏറ്റവും വോട്ട് കുറവായി കാണുന്നത്. സോ ഈ ഒരു ആറാമത്തെ ആഴ്ചയിൽ സാബുമാൻ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സാബുമാനെ പോലെ തന്നെ ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവീണും അതുപോലെ തന്നെ മസ്താനിക്ക് വോട്ട് കുറവാണ്. അതുപോലെ തന്നെ അടുത്തൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നമുക്ക് അഭിലാഷിന്റെ പേര് കൂടെ പറയാൻ സാധിക്കും. അഭിലാഷിന് വോട്ട് കുറവാണ്. അതുപോലെ തന്നെ ലക്ഷ്മിക്ക് വോട്ട് കുറവാണ്. ഇവരെ നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യാം. സോ ഈ ഒരു ആറാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ 13 കണ്ടസ്റ്റൻസിന്റെ നോമിനേഷനിൽ നിന്ന് സാബുമാൻ, അതുപോലെ തന്നെ പ്രവീൺ, മസ്താനി, ഈ ഒരു 3 പേരിൽ നിന്ന് 2 പേര് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ നമുക്ക് അഭിലാഷ്, ലക്ഷ്മി, നെവിൻ എന്നിവരുടെ പേരും കൂടി ആഡ് ചെയ്യാൻ സാധിക്കും. അവർക്കും വോട്ട് പൊതുവെ കുറവാണ്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ചെറിയ വോട്ടിന്റെ വ്യത്യാസങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. എനിവേസ്, നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. ആരായിരിക്കും ഈ ഒരു വീക്ക് എവിക്റ്റ് ആകുന്നത്, നിങ്ങൾക്ക് ആരാകണം എവിക്റ്റ് ആകാൻ താല്പര്യം എന്നും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.